ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. ഈ കാറ്റാടി യന്ത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? നമ്മൾ എവിടേക്കാണ് പോകുന്നത് മനസ്സിലായ? അതെ, നമ്മളിപ്പോൾ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആയിരക്കണക്കിന് കാറ്റാടി യന്ത്രങ്ങളാണ് ഈ പോകുന്ന വഴിയിൽ ഞാൻ കണ്ടത്. അതുപോലെ പ്രകൃതി രമണീയമായ പല സ്ഥലങ്ങളും. അപ്പുറത്ത് നമ്മുടെ ഇടുക്കി ജില്ലയുടെ മലനിരകൾ കാണാം. ഒരു സൈഡിൽ കുറച്ച് കഴിഞ്ഞ് പോയപ്പോൾ പഴനി മല കാണാം. ഇതാണ് പഴനി മല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നിർത്തിയില്ല, നേരെ ഞങ്ങൾ വിന്റർഫീൽ റിസോർട്ടിലേക്ക് എത്തി. ഈ വിന്റർഫീൽ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അത് തൃശ്ശൂർ ജില്ലയുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിർമ്മിച്ച ഒരു റിസോർട്ടാണ് ഈ വിന്റർഫീൽ. ഇതുപോലത്തെ റിസോർട്ട് ഊട്ടി, കൊടൈക്കനാൽ, ആലപ്പുഴ എന്നീ സ്ഥലങ്ങളിലുണ്ട്. മൂന്നാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങൾ വ്യാപാരികളായ കാരണം കൊണ്ട് ഞങ്ങളൊരു 10-40 വ്യാപാരികൾ ഫാമിലിയായിട്ട് ഈ റിസോർട്ടിലേക്ക് പോകുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2-3 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ കൺസെഷനൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് അവിടേക്ക് വരാൻ പറ്റി. നമ്മൾ കയറി ഉടനെ തന്നെ പുറത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിൽ കൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് വലിയൊരു കൊക്കയാണ്. ആ കൊക്ക ആണ്, ഇതാണ് ഞാൻ പറഞ്ഞ കൊക്ക. അവിടെ ഇങ്ങനെ താഴ്വാരത്ത് ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളും മഞ്ഞും ഒരു പ്രത്യേക തന്നെ വൈബ് തന്നെയാണ്. ഈ കാണുന്ന കോടമഞ്ഞിൻ്റെ അപ്പുറത്ത് ഡിണ്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അത് ഇപ്പം കാണുന്നില്ലെങ്കിലും ഞാൻ അത് അടുത്ത ദിവസം നോക്കുമ്പോൾ എനിക്ക് ആ ഡിണ്ടിക്കൽ സിറ്റി കാണാൻ പറ്റും. അത്രയും നല്ലൊരു സ്പോട്ടിലാണ് ഈ വിന്റർഫീൽ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് ആൾക്കാർക്ക് വന്നിരുന്ന് സംസാരിക്കാനും ഒരു യോഗം നടത്താനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പുറത്ത് തന്നെ ഇതിൻ്റെ ഇന്റീരിയർ എന്ന് വെച്ചാൽ അടിപൊളി ഇന്റീരിയറിംഗ് ആണ്. നമുക്ക് നമ്മുടെ വീടൊക്കെ ഇതുപോലെ ചെയ്യാനായിട്ട് നമ്മൾ കൊതിക്കും. അത്രയും മനോഹരമായിട്ടുള്ള ഇന്റീരിയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ റിസോർട്ടിന്റെ പുറം കാഴ്ച എത്ര കണ്ടാലും മതി വരില്ല. എന്നുവെച്ചാൽ ഓരോ സമയങ്ങളിലും കോട വരിക, പോവുക, കാറ്റ്, അങ്ങനെ പല രീതിയിലായിരിക്കും അതിന്റെ ക്ലൈമറ്റുകൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ നേരത്തെ കോട ഉണ്ടായിരുന്നു, കോട കുറച്ച് മാറി. ഇപ്പൊ അവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വിന്റർഫീൽ റിസോർട്ടിന്റെ കൺസ്ട്രക്ഷൻ ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. താഴത്തേക്ക് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇറങ്ങി പോയിട്ട് അവിടെ ഒരു ലോൺ ഉണ്ട്. അതുകൊണ്ടൊന്ന് നമുക്ക് ഈ കൊക്കേനെ കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് ആ റിസോർട്ടിന്റെ വ്യൂ എന്ന് പറയുന്നത് വേറെ തരത്തിലുള്ളതാണ്. ഓരോ സ്റ്റെപ്പായിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ വിന്റർഫീൽ റിസോർട്ടിന്റെ വ്യൂസ്. കണ്ടോ, മേലേക്ക് നമ്മൾ മേലെന്നാണ് എൻട്രി, മേലെന്ന് താഴത്തേക്കാണ് ഇറങ്ങി വരുന്നത്. ഒരു സൈഡിൽ കൊക്ക, ഒരു സൈഡിൽ എൻട്രൻസ്. ഇവിടെ താഴ്ത്ത് വന്നിരിക്കാനും കാറ്റ് കൊള്ളാനും ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ മഴയുണ്ടായിരുന്നു, അപ്പോൾ നല്ല കൂളിംഗ് ഉണ്ട്. അതുപോലെ നല്ല കോടയുണ്ട് ഈ സ്ഥലത്ത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഗെയിമിനുള്ള ഒരു ഇൻഡോർ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ടേബിൾ ടെന്നീസ് ഉണ്ട്. പിന്നെ ടേബിൾ ടെന്നീസ് കളിക്കാൻ വശമില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് അത് സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി കളിക്കാനൊന്നും പറ്റില്ല, ചുമ്മാ അങ്ങനെ അടിച്ച് കളിക്കാന്ന് മാത്രം. അതുപോലെ ക്യാരംസ്, ചെസ്, അങ്ങനെ ഇതൊക്കെ ഇൻഡോർ ഗെയിം കളിക്കാനുള്ള ഒരു സ്പേസ് തന്നെയുണ്ട്. അതുപോലെ ജിം ഉണ്ട് മേലെ. അത് നമുക്ക് കാലത്ത് മോർണിംഗ് സെക്ഷനിലൊക്കെ ചെയ്യാവുന്ന ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് മേലെ. അപ്പോൾ ഏകദേശം ഈവനിങ് ടൈമായി. നേരത്തേക്കാളും കോടയൊക്കെ മാറി ഒന്ന് ശാന്തമായി ഉള്ളൊരു അന്തരീക്ഷമായി. മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ കാണുന്നുണ്ട് ഈ ഭൂമി, ഈ താഴ്വാരം. അപ്പോൾ ഞങ്ങൾ രാത്രി നേരത്തെ പറഞ്ഞ സ്ഥലത്തൊക്കെ ഒന്ന് ഒത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെട്ടു. നമുക്ക് കുശലൊക്കെ പറഞ്ഞ് സംസാരിക്കാനൊക്കെ ആയിട്ടുള്ള സമയം കിട്ടി. അപ്പോഴാണ് ഞാൻ വീഡിയോ പുറത്തേക്ക് എടുത്തപ്പോഴാണ് അവിടെ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കണ്ടത് കേട്ടോ. അതവിടെയാണ് ഫുഡ് കഴിക്കാനുള്ള ക്യാൻറ്റീൻ. അതിനപ്പുറത്ത് നമ്മൾ പണ്ടത്തെ കൊക്ക, അവിടെയൊക്കെ വീടുകളുണ്ട്. വീടുകളിൽ നിന്നുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല കാറ്റാട്ടോ അവിടെ. അപ്പോൾ ഞങ്ങളങ്ങനെ ഭക്ഷണത്തിന് മുമ്പായിട്ട് കൈകഴുകായിട്ട് റൂമിലേക്ക് ഒന്ന് കയറി കൈ കഴുകി. ഇതാണ് റൂമിൻ്റെ കീയും കാര്യങ്ങളൊക്കെ. ഭക്ഷണത്തിൻ്റെ സൈഡിലേക്ക് പോയി
ഇപ്പോൾ ഭക്ഷണ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം സൂപ്പ്, പിന്നെ സാലഡ്, അങ്ങനെ 2-3 സാലഡ്, പിന്നെ പപ്പട, പിന്നെ ഫ്രൈഡ് റൈസ്, ചിക്കൻ, അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ നന്നായിട്ട് നമുക്ക് ബഫെ മോഡൽ എടുക്കാവുന്ന രീതിയിലുള്ള സജ്ജീകരിച്ച് വെച്ചെടുത്ത് നല്ല ഫുഡ് തന്നെയാണ് കേട്ടോ അവിടുത്തെ. ഇതൊക്കെയാണ് അവിടുത്തെ മെനു ഫുഡ്. ചപ്പാത്തി, ചിക്കൻ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമുണ്ട്. തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാൻ ഒരു നല്ലൊരു അടിപൊളി തന്നെയാണ്. ഫുഡൊക്കെ നല്ല ചൂടാക്കിയിട്ട് എപ്പോഴും നല്ല ചൂടോട് കൂടിയിട്ട് തന്നെയാണ് അവർ സെർവ് ചെയ്തേക്കുന്നത്. നമുക്ക് ചപ്പാത്തി, ചിക്കൻ, ബീഫ്, നല്ല ഐറ്റംസ് ഉണ്ട്. ഫുഡൊക്കെ അടിപൊളി തന്നെ കേട്ടോ. അതിലിപ്പോൾ ഒന്നും കുറ്റം പറയാൻ മാത്രമൊന്നുമില്ല. അത് കൊടുക്കുന്ന പൈസക്ക് അത് വർത്താണ്. അങ്ങനെ എൻ്റെ ഭക്ഷണം, ഫാമിലിയുടെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ മഴയുള്ള കാരണം കൊണ്ട് അവർ ഫയറിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ ഒരു മഴ കാരണം കൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും മഴ മാറിയ കാരണം കൊണ്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഫയർ ഡാൻസിന് വേണ്ടിയിട്ട് അവർ സെറ്റാക്കി തരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രകൃതിയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞു അവിടെ ഫയർ ഡാൻസിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ ഞങ്ങൾ നേരെ റിസപ്ഷനിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഫയർ ഡാൻസ് അല്ലെങ്കിൽ ഫയറിങ്ങിൻ്റെ സ്ഥലത്തേക്ക് അവിടേക്ക് പോയി. ഇതാണ് അവരുടെ റിസപ്ഷൻ കേട്ടോ. അതിമനോഹരമായിട്ടുള്ള റിസപ്ഷൻ തന്നെയാണ് അവർ ഒരുക്കിയേക്കുന്നത്. അവിടെ ഇരുന്ന് വർത്താനം പറയാനൊക്കെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഫയർ ഡാൻസിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ പതുക്കെ തീ കത്തിച്ചു. എല്ലാവരും തണുപ്പത്ത് ഒന്ന് ചൂട് കായാനൊക്കെ ആയിട്ട് അവിടെ വന്നിരുന്നു നിന്നു. തണുപ്പൊക്കെ മാറിയതിന് ശേഷം സൈഡിൽ ബോക്സിൽ പാട്ടൊക്കെ വെച്ചു. ഞങ്ങൾ പതുക്കെ ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി. ഇതാണ് റിസോർട്ടിൻ്റെ പുറമെന്നുള്ള വ്യൂ. അങ്ങനെ ഞങ്ങൾ വിനോദേട്ടനും തോമസേട്ടനും എല്ലാവരും കൂടി ഡാൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം എല്ലാവർക്കും കളിക്കാൻ തന്നെ ഒരു ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മുത്തും പപ്പിയും ജോയേട്ടനും എല്ലാവരും കൂടിയിട്ട് കളി തുടങ്ങി. ചൂട്ടത്ത് എല്ലാവരും കൂടിയിട്ടൊരു ഗെയിം പോലെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കിയിട്ടാണ്. ഞങ്ങളൊരു സ്പീക്കറും ഒരു മൈക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാട്ട് വെച്ചിട്ട് നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു മ്യൂസിക്കും കാര്യം നല്ല അടിച്ച് പൊളിച്ച് ഞങ്ങളവിടെ നിന്നു. ഞങ്ങൾ ശരിക്കും ആ റിസോർട്ടിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ റൂമിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ അതിരാവിലെ ഞങ്ങൾ ബ്രയന്റ് പാർക്ക് എന്ന ഈ പാർക്കിലേക്ക് ഞങ്ങൾ പോയി. അവിടെ അതിമനോഹരമായിട്ടുള്ള പച്ചപ്പും പൂക്കളാണ് ഞങ്ങളെ വരവേറ്റത്. ഇവിടെ കാണുന്ന ഈ പൂക്കളും സസ്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ട് വളരില്ല. കാരണം വെച്ചാൽ ഇവർക്കുള്ള ഈ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലത്തെ ആ ചൂടൊന്നും ഇവിടുത്തെ ഈ സസ്യങ്ങൾക്ക് പറ്റില്ല. അത് കാരണം കൊണ്ട് ഇവിടുന്ന് പറിച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മനോഹാരിതയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ കുറേ സൈഡിൽ അപ്പുറത്തൊക്കെ ആയിട്ട് ആളുകൾ റീൽസ് എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന വെള്ളപ്പൂവ് അതിമനോഹരമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്കൊക്കെ കൊണ്ടുവരുന്ന പൂവാൻ തോന്നുന്നു. ഈ ഗിഫ്റ്റ് കൊടുക്കാനും ഈ കല്യാണങ്ങൾക്കൊക്കെ അലങ്കരിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന പൂക്കളാണ് തോന്നുന്നത്. ഇപ്പം ഈ മേഖലകളിൽ നിറച്ച് പൂക്കളും സസ്യങ്ങളാണ്. ഇത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച വിരിച്ചിട്ടുള്ള ഒരു മൊട്ടക്കുന്നാണ്. അപ്പം അത് അവിടെയും ഇതുപോലെ കുറേ ആൾക്കാർ റീൽസും വീഡിയോസും ഷൂട്ടിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ പൂക്കളും ഇതിൻ്റെ ഈ ഭംഗിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ പൂക്കൾക്കും ഓരോ പ്രത്യേക തരം ഭംഗിയാണ്. അത് ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എന്ത് രസമാണെന്നറിയാം. ആ ഒരു ചുവപ്പ്, പിങ്ക് കളറ്, അങ്ങനെ ലാവൻഡർ കളർ, അങ്ങനെ പല കളറുള്ള പൂക്കളാണ് ഇവിടെ ഉള്ളത്.
ഇവിടെ പിള്ളേർക്കൊന്നും ഇത് വലിയായിട്ട് ഇഷ്ടപ്പെടുന്നില്ലേ, പൂവ് എന്ത് പൂക്കളെന്ന് അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ. അതിന്റെ തൊട്ടപ്പുറത്താണ് ഞാൻ പറഞ്ഞ ഈ പുൽമേട് പോലത്തെ സ്ഥലം. അപ്പൊ അവിടെ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട്, അവർക്ക് അവിടെ ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട്. അത്രയും വലിയൊരു മൊട്ടക്കുന്ന് പോലത്തെ സ്ഥലമാണ് അവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഒരു സിനിമ ഷൂട്ടിംഗ് ഒക്കെ പറ്റിയൊരു നല്ല ഏരിയ ആണ്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈഫിന് എൻ്റെ മൊബൈലൊന്ന് കൈമാറി. എന്നുവെച്ചാൽ ഒക്കെ ബാക്കിയുള്ളവരുടെ വീഡിയോ മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുത്ത് ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അത് അവർ നല്ല രീതിയിൽ എടുത്തു തന്നു. അപ്പോൾ ഫാമിലീസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈ മൊട്ടക്കുന്നിലേക്ക് ഇങ്ങനെ നടന്ന് കയറി. അപ്പൊ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമായി. അവര് ഓടിച്ചാടി കളിക്കണു, കെട്ടിമറയണു. എന്നുവെച്ചാല് ഒരു ഓപ്പൺ സ്പേസ്, നല്ലൊരു കൂളിംഗ് ഏരിയ ആണല്ലോ അവർക്ക് കിട്ടിയേക്കുന്നത്. അവരത് നന്നായിട്ട് അടിച്ചു പൊളിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ വന്നവരാണോ അല്ല, ഇത് വേറെ ആൾക്കാരാണ് അവിടെ റീൽസ് എടുക്കുന്നത്. അപ്പൊ എൻ്റെ ഇടയിൽ ചെറിയൊരു മഴ തുള്ളി വീണ് ഞങ്ങളുടെ മേത്ത്. വലിയ കുഴപ്പമില്ല, എന്നാലും പിള്ളേരൊക്കെ ഇവിടെ ഉരുണ്ടും ഓടിച്ചാടി നന്നായിട്ട് അവര് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ. അപ്പൊ അവർക്ക് ചെക്കന് റീൽസ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ചെക്കൻ്റെ ഒരു റീൽസ് ഇട്ട് കൊടുത്തു. അവർ രണ്ടാളും ഇങ്ങനെ ഓടി വരണത്. അങ്ങനെ ഞങ്ങൾക്കൊന്ന് റീൽസ് എടുക്കാൻ തോന്നി. അപ്പൊ ഞങ്ങളും ഒരു ചെറിയ റീൽസ് എടുത്തു. അങ്ങനെ നല്ല ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റീൽസ് എടുക്കുന്ന സമയത്ത് പെൺകുട്ടിക്ക് കുശുമ്പ് തോന്നിയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മുഴുവനിപ്പിക്കാൻ പറ്റിയില്ല ഞങ്ങളുടെ റീൽസ്. ചെക്കൻ്റെ ഒരു വേറെ റീൽസ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവനും അങ്ങനെ ഓടി വന്നപ്പോൾ അവൻ്റെ റീൽസ് എടുത്തു കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാർ കാണാനില്ല. അപ്പോൾ അവരെ തപ്പിയിട്ട് വീണ്ടും ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയവരെ. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴാണ് പറഞ്ഞത് അതിൻ്റെ അപ്പുറത്ത് വേറൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, അവിടെ കുട്ടികൾക്ക് കളിക്കാവുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടുന്ന് മാറാൻ തോന്നണില്ല കേട്ടോ, അത്രയും നല്ലൊരു പച്ചപ്പും കാര്യങ്ങളായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്നു. അവിടെ പോണ വഴിയിൽ ഇതുപോലത്തെ ഓരോ മയിലിനെയും അങ്ങനെ ഓരോ ഭംഗിയിൽ ഓരോ കലാവിരുദ്ധകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അക്വേറിയം അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ കേട്ടോ. കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ആമ, അതുപോലെ വെള്ളാരം കല്ല് വെച്ചിട്ടുണ്ടാക്കിയ വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ രസപ്പെട്ട സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ആ പാർക്കിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എങ്ങനത്തെ പാർക്കാണെന്ന് നമുക്കറിയില്ല, പിള്ളേർക്ക് ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അപ്പോഴാണ് പാർക്ക് എത്തിയത്. അങ്ങനെ ചിൽഡ്രൻസ് പാർക്ക് എത്തി. പക്ഷെ ഞങ്ങൾ വിചാരിച്ച അത്രയ്ക്കും പോരാ. വെച്ചാൽ 1-2 കളിക്കുന്ന ഐറ്റംസ് ഉണ്ട്. അത് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ലാൻഡ് ചെയ്യുന്നിടത്തൊക്കെ വെള്ളമാണ്, കുട്ടികളൊന്നും അധികം ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളപ്പോൾ അതൊക്കെ അവിടെ നിന്ന് തിരിച്ചു. ഞങ്ങളുടെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തേക്ക് അവിടെ എത്തണം. അപ്പോൾ ഞങ്ങളിപ്പോൾ അതൊക്കെ ഗാർഡനിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഒരു ബോട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് നോക്കണം. അതിൻ്റെ ഇടയിൽ പോണ വഴിയിൽ കുറച്ച് പർച്ചേസ് ചെയ്യാനുള്ള കടകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. കുട്ടികൾക്കും വൈഫിനൊക്കെ ആയിട്ട് വളയും മാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് ബോട്ടിങ്ങിൻ്റെ അവിടേക്ക് പോയി. ബോട്ടിങ്ങിൻ്റെ അവിടേക്ക് പോയേ മാത്രമേ ചെയ്തുള്ളൂ, ബോട്ടിങ്ങിലൊന്നും കയറിയില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി ബോട്ടിങ്ങിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണല്ലോ, പിന്നെ സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തി. അവിടുത്തെ തിക്കും തിരക്കൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കയറാൻ മനസ്സുണ്ടായിരുന്നില്ല. അപ്പോൾ തീരെ അങ്ങോട്ട് കയറാനും തോന്നിയില്ല. ഇതിൻ്റെ വിലവര പട്ടികകളൊക്കെ ഞാൻ ഇപ്പോൾ അവിടെ വീഡിയോസിലിട്ട് കാണിക്കുന്നുണ്ട്. ഈ ബോട്ടിങ്ങിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത് 2 സീറ്റുള്ള ബോട്ടിന് 200 രൂപ, 4 സീറ്റുള്ള ബോട്ടിന് 300 രൂപ, 6 സീറ്റിനുള്ളതിന് 400 രൂപ, 450 ഒക്കെ. അങ്ങനെ ഓരോ വിലവര പട്ടിക അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് താല്പര്യം അനുസരിച്ച് കയറി പോവാം.
അപ്പോൾ നമ്മൾ കയറിയില്ല, ഞങ്ങൾ നേരെ തിരിച്ച് ബസ്സിൽ കയറിയിട്ട് റിസോർട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. അവിടെ കുതിര സവാരിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുതിര പുറത്തും കയറിയില്ല, കാരണം ടൈമിംഗ് ഇല്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളും നോക്കാനൊന്നും പിടിക്കാനൊന്നും പോയില്ല. അപ്പോൾ ഇതിൻ്റെ കുതിരകളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ നേരെ തിരിച്ച് ബസ് ഇവിടെ ട്രാഫിക്കായിട്ട് ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബസ് വരാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് റിസോർട്ടിലേക്ക് എത്തി, ഭക്ഷണം കഴിച്ചു, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ മേലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററി വണ്ടിയിൽ നിന്നു. അവിടെ നിന്ന് നേരെ തിരിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ വിൻ്റർഫീൽഡ് റിസോർട്ടും കൊടൈക്കനാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം.